ബീഹാറിലെ നമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ആശങ്കയ്ക്ക് യാതൊരു സാഹചര്യമില്ല. കാരണം 243 അംഗങ്ങളുള്ള അവിടുത്തെ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് 122 അംഗങ്ങളാണ്. നിലവിൽ ബി ജെ പി സഖ്യത്തിന്, നിതീഷ് കുമാറുമായി ചേർന്നിട്ടുള്ള ബി ജെ പി സഖ്യത്തിന് അവിടെ 131 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. അതായത് കഴിഞ്ഞ തവണ നിതീഷ് കുമാറിന് എതിരെ മത്സരിച്ചിട്ടാണ് നിതീഷ് കുമാറും. ഇതിനിടയിൽ നിതീഷ് കുമാർ ഒരു തവണ സഖ്യം വിട്ട് പുറത്തുപോയി മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കിയിട്ട് RJDയുമായിട്ട് ചേർന്ന് ഭരിച്ചിരുന്നു. എന്നിട്ടും അവർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബി ജെ പിയിലേക്ക് മടങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബി ജെ പി RJD ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നേരിടുകയാണെങ്കിൽ ഇപ്പം തന്നെ എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിക്കുന്നത് 135 മുതൽ 145 വരെ സീറ്റുകൾ NDA സഖ്യത്തിന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആശങ്ക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തുടർഭരണം കിട്ടുന്ന അവസ്ഥ തന്നെയാണ് ബീഹാറിൽ. പ്രത്യേകിച്ചും നിതീഷ് കുമാർ വളരെ സ്ട്രോങ് ആയി ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആശങ്ക ബി ജെ പിക്കെതിരെ ബീഹാറിൽ എന്തെങ്കിലും ഒരു വികാരമുണ്ട് തോന്നുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിയുടെ അമ്മയെ പോലും ആക്ഷേപിച്ചുകൊണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി അവിടെ നടത്തിയിട്ടുള്ള വോട്ടധികാര യാത്ര, അത് ബി ജെ പിക്ക് വലിയ അളവിൽ ബി ജെ പിക്ക് വോട്ട് പിടിച്ച് തന്നിട്ടുള്ള, ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ജനവികാരം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിപാടിയാണ്. കാരണം അശ്ലീലമായിരുന്നു ആ യാത്ര. അവിടെ പൊതുവേദിയിൽ വെച്ച് ചില മുസ്ലിം നേതാക്കന്മാർ നരേന്ദ്രമോദിയുടെ മരിച്ചുപോയിട്ടുള്ള അമ്മയെ പോലും ഹീനമായിട്ടുള്ള ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഇത് ബീഹാറിലെ സ്ത്രീകൾ, ബീഹാറിലെ ആത്മാഭിമാനമുള്ള മനുഷ്യർ വലിയ വേദനയോട് കൂടിയിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ബീഹാറിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കോൺഗ്രസ് വിരുദ്ധ വികാരം ബീഹാറിലുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ആനുകൂല്യം ബീഹാറിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ സഹായിച്ചിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ബീഹാറിനെയും BDA ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ട് BD ആൻഡ് ബീഹാർ സ്റ്റാർട്ട്സ് വിത്ത് B എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഹീനമായിട്ട്, അതായത് ഒരു റേസിസ്റ്റിക് കമൻ്റാണത്. ബീഹാറുകാരെന്ന് പറയുന്നത് വളരെ താഴ്ന്ന ആൾക്കാരാണ്, കുറച്ച് ഒരു എലൈറ്റിസത്തിൽ നിന്നാണല്ലോ വരുന്നത്. BD വലിക്കുന്ന, ലുങ്കി ഉടുക്കുന്ന, ദരിദ്രരായ, വിദ്യാഭ്യാസം ഇല്ലാത്ത, സാക്ഷരത ഇല്ലാത്ത, ബിമാരു എന്നൊക്കെ പറയുന്നത്, ബിഹാരി എന്ന് വിളിക്കുന്നത് പോലും ഒരു റേഷ്യൽ സ്ലറാണ്. ബിഹാരി എന്ന് പൊതുവെ വിളിക്കാറുള്ളത് എന്താണ്, ഒരു തരം താഴ്ത്തി വിളിക്കുന്നത് പോലെയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു റേസിസ്റ്റ് ആയിട്ടുള്ളൊരു പ്രയോഗമാണ് ഈ BD ബീഹാർ പരാമർശം. ഇത് ബീഹാറിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ബീഹാറിലുള്ള മനുഷ്യരോടുള്ളൊരു മനോഭാവത്തെ സംബന്ധിച്ച് അത് വലിയ ചർച്ചയായിട്ട് ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി ഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ കേരളത്തിലെ രാഹുൽ ഗാന്ധിമാരും എല്ലാവരും കൂടി സഹായിച്ച് വളരെ അനുകൂലമായിട്ടൊരു അന്തരീക്ഷം ബീഹാറിൽ BJPക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്.